Hi dear ones, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ട്രിഗ്നോമെട്രി എന്ന ചാപ്റ്ററിലെ ട്രയാങ്കിൾസ് ആൻഡ് സർക്കിൾസ് എന്നൊരു ചെറിയ പോർഷനാണ്. നമുക്കറിയാം there are three types of triangles: acute angle triangles, obtuse angle triangles and right angle triangles. Consider an acute angle triangles. ഇവിടെ എ ബി സി എന്ന് പറയുന്നത് ഒരു acute angle triangle ആണ്. എ ബി എന്ന് പറയുന്നത് 2r sin സിയും ബി സി എന്ന് പറയുന്നത് 2r sin എയും എ സി എന്ന് പറയുന്നത് 2r sin ബിയും ആണ്. നമുക്ക് എ ബി എന്ന കോഡിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അത് സർക്കിൾ ഒരു കോഡായിട്ട് കൺസിഡർ ചെയ്താൽ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 2r sin സി ഡിഗ്രിയാണ്. കാരണം സി എന്ന ആംഗിളിനെ ബേസ് ചെയ്താണ് നമ്മൾ ലെങ്ത് ഓഫ് കോഡ് കണ്ടുപിടിക്കുന്നത്. അതായത് എ ബി എന്ന ലൈനിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന സി എന്ന ആംഗിളാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അങ്ങനെയാണ് 2r sin സി ഡിഗ്രി എന്ന് വന്നത്. ഇനി എ സി എന്ന കോഡിൻ്റെ ലെങ്ത് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ബിനെ വെച്ചാണ് നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുന്നത്. അതായത് എ സി is equal to 2r sin ബി, അതുപോലെ തന്നെ ബി സി is equal to 2r sin എ വരുന്നത് ബി സിയുടെ ഓപ്പോസിറ്റ് ആംഗിളാണ് എ. ഇനി ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾസിൻ്റെ കേസ് എടുത്താൽ ബി സി എന്ന് പറയുന്ന കോഡിൻ്റെ ലെങ്ത്ത് 2r sin 180 മൈനസ് എ ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് 90 ഡിഗ്രിനേക്കാളും ഗ്രേറ്റർ ആയത് കൊണ്ടാണ് 180 മൈനസ് എ എന്ന ഇക്വേഷനിൽ വന്നത്. അലൈൻമെൻറ്റിൽ ചെറിയൊരു വ്യത്യാസം ഉള്ളത് കൊണ്ടാണ് എയും ബിയും സിയും ഒക്കെ മാറിക്കിടക്കുന്നത്. സോറി ഫോർ ദാറ്റ്. അതുപോലെ ഇനി എ സി കണ്ടുപിടിക്കാൻ നേരത്ത് അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ സി ആയതുകൊണ്ട് അത് 2r sin സി എന്ന് പറയും, കാരണം അത് അക്യൂട്ട് ആംഗിളാണ്. അതുപോലെ തന്നെ എ സി കണ്ടുപിടിക്കാൻ നേരത്ത് ബി എന്ന് പറയുന്ന ആംഗിളിനെ ബേസ് ചെയ്ത് കണ്ടുപിടിക്കുക. അതും അക്യൂട്ട് ആംഗിൾ ആയതുകൊണ്ട് 2r sin ബി എന്ന് പറയും. അതായത് ഫോർ ആൻ ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ലെങ്ത് ഓഫ് കോഡ് is equal to 2r sin 180 മൈനസ് സി ഡിഗ്രി. ഇനി റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ സി ബി എന്ന് പറയുന്ന കോഡിൻ്റെ ലെങ്ത്ത് 2r ആയിരിക്കും, കാരണം അത് ഡയാമീറ്റർ ആണ്, അത് സെൻറ്ററിലൂടെ പാസ് ചെയ്യും. അതായത് സി ബി എന്ന കോഡിൻ്റെ ലെങ്ത്ത് 2r, എ സിയുടെ ലെങ്ത്ത് 2r sin ബി, സിമിലർലി എ ബിയുടെ ലെങ്ത്ത് 2r sin സി. ഇനി in a circle, the length of the chord is double the product of the radius and the sine of half of the central angle. അതായത് ലെങ്ത് ഓഫ് കോഡ് എന്ന് പറയുന്നത് ഡബിൾ ദി പ്രോഡക്റ്റ് ഓഫ് റേഡിയസ്, അതായത് 2r, ആൻഡ് സൈൻ ഓഫ് ദി ഹാഫ് ഓഫ് ദി സെൻട്രൽ ആംഗിൾ, അതായത് സെൻട്രൽ ആംഗിളിൻ്റെ ഹാഫ് അതിൻ്റെ സൈൻ, അതായത് 2r sin c/2. ജസ്റ്റ് ഈ ഇക്വേഷൻസ് പഠിച്ചാൽ തന്നെ നമുക്ക് ഈ പോർഷനിലെ മിക്ക പ്രോബ്ലംസും ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ പ്രോബ്ലംസിലോട്ട് മൂവ് ചെയ്യാണ്. ഫസ്റ്റ് പ്രോബ്ലം, ദ ഫിഗർ ഷോസ് എ ട്രയാങ്കിൾ ആൻഡ് ഇറ്റ് സർക്കിൾ. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് സർക്കിൾ? നമുക്ക് ലെങ്ത് ഓഫ് കോഡിൻ്റെയും റേഡിയസും തമ്മിലുള്ള ഒരു റിലേഷൻ ഉള്ളൊരു ഇക്വേഷൻ അറിയാം. അതായത് എ ബി is equal to 2r sin സി ഡിഗ്രി. എ ബി എന്ന് പറയുന്നത് ഒരു കോഡിൻ്റെ ലെങ്ത്തിനെ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഈ ട്രയാങ്കിളിൽ എ ബി എന്ന് പറയുന്നത് 3 സെൻറ്റിമീറ്ററും ആംഗിൾ സി 60 ഡിഗ്രിയുമാണ്. നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഈ ഇക്വേഷനിൽ ഉള്ളത് കൊണ്ട് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഈ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ ബി നമുക്കറിയാം 3 സെൻറ്റിമീറ്റർ ആണ്, ആർ നമുക്കറിയില്ല, ആറാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സി 60 ഡിഗ്രിയാണ്, അതായത് 3 സെൻറ്റിമീറ്റർ is equal to 2r sin 60 ഡിഗ്രി. സൈൻ 60 എന്ന് പറയുന്നത് √3/2 ആണ്. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നേരത്ത് 3 is equal to 2r √3/2, അതായത് 3 is equal to r √3, r is equal to 3/√3. 3നെ നമുക്ക് √3 into √3 എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ √3. ആ √3യും താഴത്തെ √3യും തമ്മിൽ ക്യാൻസൽ ആയി പോകുമ്പോൾ ആൻസർ √3 എന്ന് കിട്ടും. √3യുടെ വാല്യൂ 1.73 ആണ്. അങ്ങനെ നമുക്ക് റേഡിയസ് 1.73 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് പ്രോബ്ലം, what is the circumradius of equilateral triangle of side 8 cm? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സും ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പോൾ സൈഡ് 8 ആണ് നമുക്ക് തന്നിട്ടുണ്ട്, അതായത് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ 3 സൈഡും 8 സെൻറ്റിമീറ്റർ ആയിരിക്കും. ആംഗിൾ 60 ഡിഗ്രി ആയിരിക്കും. 180/3 is equal to 60 ഡിഗ്രി. അങ്ങനെ ആംഗിളും കിട്ടി, നമുക്ക് ലെങ്ത്തും കിട്ടി. നമുക്ക് റേഡിയസ് ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. റേഡിയസും കോഡും തമ്മിലുള്ള ഒരു റിലേഷൻ നമുക്കറിയാം, ദാറ്റ് ഈസ്
ലെങ്ത് ഓഫ് കോഡ് ഇസ് ഈക്വൽ ടു 2r സൈൻ സി. ഇവിടെ ആംഗിൾ എ ഇസ് ഈക്വൽ ടു ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ സി ഇസ് ഈക്വൽ ടു 60 ഡിഗ്രി ആണെന്നറിയാം. അതായത് പിന്നെ നമുക്കറിയാവുന്നത് എ ബി ഇസ് ഈക്വൽ ടു എ സി ഇസ് ഈക്വൽ ടു എ ബി ഇസ് ഈക്വൽ ടു 8 സെൻറ്റിമീറ്റർ. ഞാൻ ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് 8 ഇസ് ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ 60. സൈൻ 60യുടെ വാല്യൂ 0.3048 അല്ലെങ്കിൽ √3/2. അങ്ങനെ നമുക്ക് r ഇസ് ഈക്വൽ ടു 8/2 ഇൻറ്റു 0.3048 എന്ന് കിട്ടും. അതായത് 4.62 സെൻറ്റിമീറ്റർ. ഇങ്ങനത്തെ ഒരു പ്രോബ്ലം തന്നാൽ നമുക്ക് ആംഗിളും ലെങ്ത്തും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് റേഡിയസ് അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. Next problem, the figure shows a triangle and its circle. Compute the diameter of the circle. Compute the length of the other two sides of the triangle. ഇവിടെ നമുക്ക് ഡയമീറ്ററും പിന്നെ എ സിയും ബി സിയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആംഗിൾ എ 50 ഡിഗ്രി ആണെന്നും ആംഗിൾ ബി 60 ഡിഗ്രി ആണെന്നും ആംഗിൾ സി 70 ഡിഗ്രി ആണെന്നും അറിയാം. എ ബി 4 സെൻറ്റിമീറ്റർ ആണെന്നും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം. ഡയമീറ്റർ ഇസ് ഈക്വൽ ടു 2r ആണ്. അതായത് എ ബി ഇസ് ഈക്വൽ ടു 2r സൈൻ സി ഡിഗ്രി. ഇവിടെ സി എന്ന് പറയുന്നത് 70 ഡിഗ്രിയാണ്. അതായത് 2r സൈൻ 70. അതായത് 4 ഇസ് ഈക്വൽ ടു 2r ഇൻറ്റു 0.9397. അതായത് 2r ഇസ് ഈക്വൽ ടു 4/0.9397 വിച്ച് ഇസ് ഈക്വൽ ടു 4.25. ഡയമീറ്റർ നമുക്ക് 4.25 ആയിട്ട് കിട്ടി. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കണ പോലെ ലെങ്ത് ഓഫ് ദി അതർ ടു സൈഡ്സ് ഓഫ് ദി ട്രയാങ്കിൾ, അതായത് എ സിയും ബി സിയും നമുക്ക് കണ്ടുപിടിക്കണം. എ സി ഇസ് ഈക്വൽ ടു 2r സൈൻ ബി. ബി എന്ന് പറയുന്നത് എത്രയാ? 60 ഡിഗ്രിയാണ്. അതായത് 2r സൈൻ 60 ഡിഗ്രി. നമുക്ക് 2r ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട് 4.25. അതായത് 4.25 ഇൻറ്റു സൈൻ 60. സൈൻ 60യുടെ വാല്യൂ √3/2. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എ സിയുടെ ലെങ്ത്ത് 3.68. അതായത് ഈ എ സിയുടെ ലെങ്ത്ത് 3.68 ആയിട്ടും ബി സി ഇസ് ഈക്വൽ ടു 2r സൈൻ എ ഇസ് ഈക്വൽ ടു 2r സൈൻ 50 എന്ന് കിട്ടും. എ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ഇനി 4.25 ഇസ് ഇൻറ്റു 0.76. സൈൻ 50 എന്ന് പറയുന്നത് 0.76 ആണ്. നമുക്ക് ബി സിയുടെ ലെങ്ത്ത് 3.255 എന്ന് കിട്ടും. അതായത് നമുക്ക് 2r കണ്ടുപിടിച്ചു, ഡയമീറ്റർ കണ്ടുപിടിച്ചു 4.25. ഇനി എ സിയുടെ ലെങ്ത്ത് നമുക്ക് 3.68 ആയിട്ടും ബി സിയുടെ ലെങ്ത്ത് 3.25 ആയിട്ടും കിട്ടി. നമ്മൾ സക്സസ്ഫുള്ളി ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്കൊരു പ്രോബ്ലത്തിലോട്ട് കൂടി പോവാം. ഫോർത്ത് പ്രോബ്ലം ആണിത്. എ സർക്കിൾ ഈസ് ടു ബി ഡ്രോൺ പാസിംഗ് ത്രൂ ദ എൻഡ്സ് ഓഫ് എ ലൈൻ 5 സെൻറ്റിമീറ്റർ ലോങ്. ഇത് എ ലൈൻ ആണ്. And the angle on the circle on one side of the line should be 80 degree. What should be the radius of the circle? ഇവിടെ എ ബി എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആയിട്ടും ആംഗിൾ സി എന്ന് പറയുന്നത് 80 ഡിഗ്രി ആയിട്ടും ഫിഗറിൽ നമുക്ക് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നമുക്ക് അത് ഫിഗറിലോട്ട് വരക്കാവുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ആൻസർ എ ബി ഇസ് ഈക്വൽ ടു 2r സൈൻ സി ഡിഗ്രി. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ആ സെയിം ഇക്വേഷൻ ഇവിടെ യൂസ് ചെയ്യുകയാണ്. അതായത് 2r ഇസ് ഈക്വൽ ടു സൈൻ 80 ഡിഗ്രി. നമുക്ക് സി എന്ന് പറയുന്ന ആംഗിൾ 80 ഡിഗ്രി ആയിട്ടും തന്നിട്ടുണ്ട്. 2r സൈൻ 80 ഡിഗ്രി. അതായത് 5 ഇസ് ഈക്വൽ ടു 2r ഇൻറ്റു സൈൻ 80 എന്ന് പറയുന്നത് 6.9848 ആണ്. അതായത് 2r ഇസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 6.9848. നമുക്ക് 2rൽ 2 റൈറ്റ് സൈഡിലോട്ട് കൊടുത്താൽ 5/2 ഇൻറ്റു 6.9848 എന്ന് കിട്ടും. 5 ഡിവൈഡഡ് ബൈ 1.96 വിച്ച് ഇസ് ഈക്വൽ ടു 2.551 സെൻറ്റിമീറ്റർ എന്നും കിട്ടി. ഈ 4 പ്രോബ്ലത്തിലും നമ്മൾ സെയിം ഇക്വേഷനാണ് യൂസ് ചെയ്തത്. സെയിം ഇക്വേഷൻ ജസ്റ്റ് ലെങ്ത് ഓഫ് കോഡും പിന്നെ റേഡിയസും തമ്മിലുള്ള ആ റിലേഷൻ ഷോ ചെയ്യുന്ന ഈ ഇക്വേഷനാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതായത് എ ബി ഇസ് ഈക്വൽ ടു 2r സൈൻ സി ഡിഗ്രി. വേറെ എ ബി എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് കോഡിനെയാണ് കാണിക്കുന്നത്.
ഇനി ഫിഫ്ത്ത് പ്രോബ്ലമാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ദ പിക്ചർ ബിലോ ഷോസ് ദി പാർട്ട് ഓഫ് എ സർക്കിൾ. ഇപ്പോൾ ഞങ്ങൾ തന്നിരിക്കുന്ന ഫിഗറിൽ ഒരു ഫുൾ സർക്കിൾ തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ ഒരു സെക്ഷൻ മാത്രമേ തന്നിട്ടുള്ളൂ. നമുക്ക് ഈ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. ഇത് എ, ഇത് ബി, ഇത് സി. എ ബിയുടെ ലെങ്ത് 8 സെൻറ്റിമീറ്റർ ആയിട്ടും ആംഗിൾ സി എന്ന് പറയുന്നത് 40 ഡിഗ്രി ആയിട്ടും നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ എ ബി സി ഈക്വൽ ടു 2r സൈൻ 180 മൈനസ് സി എന്നുള്ള ഇക്വേഷനാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. കാരണം ഇതൊരു ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇവിടെ സി എന്ന് പറയുന്നത് 140 ഡിഗ്രി ആയതുകൊണ്ട് ആംഗിൾ സി 140 ഡിഗ്രി ആണ്. നമ്മൾ ഈ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് എ ബി സി ഈക്വൽ ടു 2r സൈൻ 180 മൈനസ് സി. സി എന്ന് പറയുന്നത് 140 ഡിഗ്രി ആണ്. അതായത് 80 is equal to 2r സൈൻ 40 എന്ന് കിട്ടും. സൈൻ 40യുടെ വാല്യൂ 0.6428 ആണ്. 2r is equal to 8 by 0.6428. r is equal to 8 by 2 into 0.6428 which is equal to 6.25. അതായത് റേഡിയസ് നമുക്ക് 6.25 യൂസ് ചെയ്ത് ഇത്രയും നേരം നമ്മൾ യൂസ് ചെയ്തത് 2r സൈൻ സി എന്ന് പറയുന്ന ഇക്വേഷൻ ആയിരുന്നു. കാരണം ഇത്രയും നേരം നമ്മൾ സോൾവ് ചെയ്ത പ്രോബ്ലംസ് എല്ലാം അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾസിൻ്റെ പ്രോബ്ലംസ് ആയിരുന്നു. ഇവിടെ ഈ ഫിഗറിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഒബ്റ്റ്യൂസ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതുകൊണ്ടാണ് ലെങ്ത് ഓഫ് കോഡ് ഇസ് ഈക്വൽ ടു 2r സൈൻ 180 മൈനസ് സി എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഈ ഇക്വേഷനിൽ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് യൂസ് ചെയ്യാം. ബട്ട് ഐ തിങ്ക് ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ്. ഇനി നെക്സ്റ്റ് പ്രോബ്ലം 6th പ്രോബ്ലമാണ്. എ റെഗുലർ പെൻറ്റഗൺ ഈസ് ഡ്രോൺ വിത്ത് ഓൾ ഇറ്റ്സ് വെർട്ടിസസ് ഓൺ എ സർക്കിൾ ഓഫ് റേഡിയസ് 15 സെൻറ്റിമീറ്റർ. നമുക്ക് 15 സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളൊരു സർക്കിൾ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഒരു റെഗുലർ പെൻറ്റഗൺ ഉണ്ട്. അതിൻ്റെ എല്ലാ വേർട്ടിസസും സർക്കിളിൻ്റെ ഉള്ളിലാണ്, അതായത് സർക്കിളിലാണ്. കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് ദി സൈഡ്സ് ഓഫ് ദിസ് പെൻറ്റഗൺ. നമുക്ക് പെൻറ്റഗണിൻ്റെ സൈഡ്സ് കണ്ടുപിടിക്കണം. ലെങ്ത് ഓഫ് സൈഡ്സ് ഇതാണ് നമ്മുടെ ഗിവൻ പെൻറ്റഗൺ. പെൻറ്റഗണിൻ്റെ സെൻറ്റർ നമ്മൾ ഒ ആയിട്ട് ഡിനോട്ട് ചെയ്തു. ഈ ഒ എയും ഇത് എ, ഇത് ബി, ഒ എയും ഒ ബിയും 15 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. കാരണം സർക്കിളിൻ്റെ റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആണ്. നമുക്കറിയാം ഇതൊരു റെഗുലർ പെൻറ്റഗൺ ആണ്. ഒരു റെഗുലർ പെൻറ്റഗണിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 108 ഡിഗ്രി ആണ്. അതായത് ഈ ആംഗിളും എയും ബിയും എല്ലാം 108 ഡിഗ്രി ആണ്. ഒരു റെഗുലർ പെൻറ്റഗണിൻ്റെ സം ഓഫ് ആംഗിൾസ് 540 ആണ്. 540 ഡിവൈഡഡ് ബൈ 5 ആണ് 108 ഡിഗ്രി. അങ്ങനെയാണ് നമുക്ക് ഒരു ആംഗിള് 108 ഡിഗ്രി ആയിട്ട് കിട്ടിയത്. ഇനി നമ്മൾ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് എ ബിയിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ച് അത് എ ബിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു. എ ബിയുടെ ആ സെൻറ്ററിനെ നമ്മൾ സി എന്നും ഡിനോട്ട് ചെയ്തു. അതായത് ഈ പെർപെൻഡിക്കുലർ ഒ സി ആണ്. ഇനി നമുക്ക് വേണ്ടത് ഈ പെൻറ്റഗണിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് ആണ്. നമ്മൾ ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാൻ നേരത്ത് ഈ ആംഗിള്, അതായത് 108നെ നമ്മൾ ഡബിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതായത് 108 ഡിവൈഡ് ബൈ 2 ആണ്. അതായത് എ ബി ഒ എന്ന് പറയുന്നത് 108/2 ഡിഗ്രിയാണ്, അതായത് 54 ഡിഗ്രി. ഒ ബി സി ഇസ് ഈക്വൽ ടു 108/2 ഡിഗ്രി വിച്ച് ഇസ് ഈക്വൽ ടു 54 ഡിഗ്രി. ഇനി നമ്മൾ ഈ 54 എന്ന ആംഗിളിൻ്റെ കോസ് എടുക്കുകയാണ്. അതായത് കോസ് 54 ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഇവിടെ അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് ഒ ബിയും അഡ്ജസൻറ്റ് എന്ന് പറയുന്നത് സി ബിയും ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഒ ബിയും ആണ്. കോസ് 54 ഇൻറ്റു 15, ഒ ബി എന്ന് പറയുന്നത് 15 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു സി ബി. അതായത് കോസ് 54ൻ്റെ വാല്യൂ 0.5875 ഇൻറ്റു 15 ഇസ് ഈക്വൽ ടു സി ബി. സി ബി ഇസ് ഈക്വൽ ടു 8.81. നമുക്ക് അങ്ങനെ സി ബിയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്.
പക്ഷേ നമുക്ക് വേണ്ടത് ഒരു പെൻറ്റഗണിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് ആണ്. ഇതിപ്പോൾ അതിൻ്റെ ഹാഫേ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇത് ഇൻറ്റു 2 ചെയ്യണം. അതായത് നമുക്ക് കിട്ടിയ വാല്യൂ 8.81 ആണ്. 8.81 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ പെൻറ്റഗണിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് കിട്ടും. അതായത് 17.62. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനുണ്ടായിരുന്നത് ഒരു പെൻറ്റഗണിൻ്റെ ഒരു സൈഡിൻ്റെ ലെങ്ത് ആണ്. നമുക്ക് അതിൻ്റെ സർക്കിൾ ഗിവൻ ആണ്. സർക്കിളിൻ്റെ റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആണെന്ന് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ സർക്കിളിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ പെൻറ്റഗണിൻ്റെ ഒരു സൈഡിലോട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരച്ചു. എന്നിട്ട് അതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് ആംഗിളിൻ്റെ കോസ് എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഹാഫിൻ്റെ ലെങ്ത് കിട്ടി. കോഡിൻ്റെ ഹാഫ് ലെങ്ത് കിട്ടി. ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് ഫുൾ ലെങ്ത് കിട്ടും. ഇവിടെ നമ്മൾ ആ കോഡിൻ്റെ മെത്തേഡല്ല യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പഠിച്ച കോസിൻ്റെ ആ ഒരു ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത്. ടെക്സ്റ്റ് ബുക്ക് പ്രോബ്ലംസ് ഇത്രയേ ഉള്ളൂ. ഈ സെക്ഷനിൽ വളരെ എളുപ്പമുള്ള പ്രോബ്ലംസ് ആയിരുന്നു. ജസ്റ്റ് ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആ ഇക്വേഷൻസ് ഒന്ന് റീകോൾ ചെയ്യാൻ നോക്കാം. അക്യൂട്ട് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ലെങ്ത് ഓഫ് കോഡ് ഈസ് ഈക്വൽ ടു 2r sin c ഡിഗ്രി. ഒബ്റ്റ്യൂസ് ആംഗിൾ ആണെങ്കിൽ ലെങ്ത് ഓഫ് കോഡ് ഈസ് ഈക്വൽ ടു 2r sin 180 - c ഡിഗ്രി. And thank you all. Have a nice day.